Hi friends, welcome back to my channel. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി പാനൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് പയർ, നമ്മുടെ സാധാ ചെറുപയറുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പയറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ പയറൊക്കെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി മിക്സിയിലിട്ട്. ഇനി അടുത്തതായി ഒരു 3/4 കപ്പ് തേങ്ങ എടുക്കാം. അതിനൊരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ ഷുഗറിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പയറുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് കോട്ടിംഗ് തയ്യാറാക്കാം. അതിനായി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ കുറച്ച് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവം മതിയാവും. ഇച്ചിരി ടൈറ്റായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ചപ്പാത്തി റോളർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു അടപ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം പരത്തിയ ശേഷം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒരെണ്ണം എടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പയറിൻ്റെ ആ മിക്സർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയ ശേഷം സൈഡുകളൊക്കെ സീൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി സീൽ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ ചെറിയ തീയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ ചെറിയ തീയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് നേരം ഇട്ട് നന്നായിട്ട് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രമേ നല്ല ക്രിസ്പി ആയിരിക്കൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തണുത്ത് പോകും.
അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.